അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലായിട്ട് ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് കൂർഗിലെ ഒരു ഹോം സ്റ്റേ ആണ്. ഞങ്ങൾ ഇത്തവണ ഇങ്ങോട്ട് വന്നപ്പോൾ സ്റ്റേ ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഹോം സ്റ്റേയിൽ. ഇതിൻ്റെ പേര് വരുന്നത് മിഡ്ലാൻഡ് എസ്റ്റേറ്റ് ഇൻ എന്നാണ്. അതുപോലെ തന്നെ പേര് പോലെ തന്നെ ഇത് ഇരിക്കുന്നത് ഒരു വലിയ കോഫി എസ്റ്റേറ്റിന് നടുവിലായിട്ടാണ് കേട്ടോ. ചുറ്റും നമുക്കിങ്ങനെ ഇതുപോലെ കോഫി പ്ലാന്റേഷൻസ് ആണ് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുക. നമ്മൾ ഇത്തവണ ഈ ഒരു സ്റ്റേനെ കുറിച്ച് അറിയുന്നതും കൂടുതൽ വായിക്കുന്നതുമൊക്കെ ഗോയിബിബോ എന്ന് പറയുന്ന സൈറ്റിലായിട്ടാണ്. ആ ഒരു സൈറ്റിലെ ഫോട്ടോസ് കണ്ടതിന് ശേഷമാണ് നമ്മളിങ്ങോട്ട് ബുക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. നമ്മുടെ കോട്ടേജിൻ്റെ ഈ കാണുന്നതാണ് കാർ പാർക്കിംഗ് ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാറുകൾ മാത്രമല്ല കേട്ടോ, അത്യാവശ്യം കുറച്ച് ബൈക്കുകളും അതുപോലെ വേറെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാവുന്ന അത്രയും സ്പേസ് ഇവിടെ ഉണ്ട്. അതുപോലെ ഇത് തിരിച്ചിരിക്കുന്നത് ഇങ്ങനെ 2-3 കോട്ടേജുകളായിട്ടാണ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഒരു സെപ്പറേറ്റ് കോട്ടേജാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന റൂംസിലെ ഒരു റൂമിലായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നമ്മളിങ്ങനെ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ മിഡ്ലാൻഡ് എസ്റ്റേറ്റ് സ്റ്റേ എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത് കാണാം. അതുപോലെ ഈ ഒരു റൂമിലായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ. റൂമിന് ഫ്രണ്ടിലായിട്ട് തന്നെ ഇതുപോലെ നല്ല ക്ലീനായിട്ട് ഇങ്ങനെ കുറേ ചെയറുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഇവനെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ പരിചയപ്പെട്ടാണ് കേട്ടോ. ഇതുപോലെ 2-3 പട്ടിക്കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയായിട്ട് എസ്പ്രസോ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു റൂം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ 2-3 റൂംസ് കൂടെ ഇവിടെ അവൈലബിൾ ആണ്. ഓരോ റൂംസിനും ഓരോ പേരുകളാണ് കേട്ടോ അവരിട്ടിരിക്കുന്നത്. അങ്ങനെ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള ബെഡുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡാണിത്. അതുപോലെ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ചെറിയ ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലോട്ട് കയറി വരുന്ന സമയത്ത് നമുക്കിങ്ങനെ ലെഫ്റ്റ് സൈഡായിട്ട് മിററുണ്ട്, റൈറ്റ് സൈഡായിട്ട് ഒരു ചെറിയ ഡ്രോയറൊക്കെ കാണാം. ഇത് ബാക്ക് സൈഡിലെ വ്യൂ ആണ് കേട്ടോ. ഇവിടെയായിട്ട് അവർക്ക് ഇഷ്ടം പോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെപ്പറിൻ്റെ, അതായത് കുരുമുളക് കൃഷിയും അതുപോലെ കോഫി പ്ലാന്റേഷൻസൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഉണക്കുന്നതും ബാക്കി പരിപാടികളൊക്കെ ആ ഒരു ബാക്ക് സൈഡായിട്ടാണ്. അതുപോലെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ബാത്റൂം എന്ന് പറയുന്നത് കേട്ടോ. ബാത്റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണിത്. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇവിടെ എപ്പോഴും തണുപ്പായിരിക്കും, അതുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് ഒരു ഗീസറുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഏതൊരു സമയത്തും നമുക്ക് ചുടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗീസറിൽ നിന്ന് പിടിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ മറ്റ് 2 റൂംസാണ് ഈ കാണുന്നത്. ആ 2 റൂംസിനും ഇതുപോലെ ഡിഫറെൻറ്റ് പേരൊക്കെ കൊടുത്താണ് അവർ വിളിക്കുന്നത് കേട്ടോ. ഇവരുടെ ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് ഏക്കർ കണക്കിനുള്ള കോഫി പ്ലാന്റേഷൻസിന് നടുക്കായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കോഫി പ്ലാന്റേഷനൊക്കെ നടന്ന് കാണാനുള്ള സംവിധാനവും ഇവിടെ തരുന്നുണ്ട്. നമ്മളിവിടെ 2 ദിവസം നിന്നപ്പോൾ നമുക്കായത് നിയർലി 4000 റുപ്പീസാണ്. ഏകദേശം ഒരു ദിവസത്തിന് 2000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി ഏതായാലും നമുക്ക് ഇവിടുത്തെ 2 പ്ലേസസ് കൂടെ പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മൾ പോയത് കുശാൽ നഗറിലെ ഗോൾഡൻ ടെമ്പിളിലോട്ടാണ്. ഈ കാണുന്നതാണ് ഇതിനുള്ളിലെ പാർക്കിംഗ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സാധാരണ നമ്മളെമാതിരിയുള്ള ടൂറിസ്റ്റുകൾ വന്നാൽ നമുക്ക് ഒന്നും തന്നെ ഇതിനുള്ളിലോട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. നമ്മുടെ വണ്ടികളെല്ലാം പുറത്ത് പാർക്ക് ചെയ്ത് വേണം ഉള്ളിലോട്ട് വരാൻ. എനിക്ക് തോന്നുന്നു ഇവിടെ പഠിക്കുന്നതും അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാരുടെ വണ്ടികൾ മാത്രമാണ് നമ്മൾ ആ കണ്ട പാർക്കിംഗ് ഏരിയയിലായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കുക കേട്ടോ.
അവിടുന്ന് നമ്മൾ നേരെ കയറി വരുമ്പോൾ ഇതുപോലെ വലിയൊരു ടെമ്പിൾ കാണാൻ സാധിക്കും. ഈ ഒരു ഗോൾഡൻ ടെമ്പിളിനെ കുറിച്ചുള്ള കൂടുതൽ ഐഡിയാസ് നൽകുന്ന മറ്റൊരു വീഡിയോ നമ്മുടെ ചാനലിലായിട്ട് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ മേളിൽ പോപ്പപ്പ് ആവുന്ന പോലെ ഇടാം കേട്ടോ. നിങ്ങളൊന്ന് കയറി നോക്കുക. ആ ഒരു വീഡിയോയിലായിട്ട് ക്ലീനായിട്ട് ഓരോ സാധനങ്ങളെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അതെല്ലാം തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിലും പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇതൊരു ചെറിയ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതലും കാഴ്ചകൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇവരുടെ ഒരു ചെറിയ പ്രെയർ കണ്ടു നോക്കാം. പിന്നെ നമ്മൾ പോയത് ഇവിടുത്തെ അബ്ബി വാട്ടർഫോൾസിലോട്ടാണ് കേട്ടോ. ഈ അബ്ബി വാട്ടർഫോൾസിലോട്ട് കയറാനായിട്ട് ഒരാൾക്ക് 20 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്തായിട്ട് തന്നെ നമുക്ക് കാർ പാർക്കിംഗ് ഏരിയയും അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് വന്ന് കാറ് പാർക്ക് ചെയ്ത് പതുക്കെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് നടന്നു. ഈ ഒരു വാട്ടർഫോൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ നടന്നു പോകുമ്പോൾ 2 സൈഡായിട്ടും കാണാൻ പറ്റുന്നത് മൊത്തമായിട്ടും കോഫി പ്ലാന്റേഷൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വാട്ടർഫോൾസ് വരുന്നത് മടിക്കേരി മെയിൻ ടൗണിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരെയായിട്ടാണ്. നമ്മുടെ സ്റ്റേ വരുന്നതും ഏകദേശം മടിക്കേരി ടൗണിൽ നിന്ന് അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു അബ്ബി വാട്ടർഫോൾസ് നമ്മുടെ സ്റ്റേയിൽ നിന്ന് വളരെ അടുത്തായിരുന്നു. ഈ ഒരു വാട്ടർഫോൾസിലോട്ടുള്ള ഒരു നടത്തം എന്ന് പറയുന്നത് അത്യാവശ്യം മോഡറേറ്റ് ലെവലിലുള്ള ഒരു നടത്തം തന്നെയാണ് കേട്ടോ. ഒരുപാട് പ്രായമുള്ള ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ പതുക്കെ ഇരുന്നും അതുപോലെ പതുക്കെ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് നടന്നു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏതായാലും നമ്മളിങ്ങനെ നടന്ന് ഈ ഒരു വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ട് എത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വാട്ടർഫോൾസിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ടു തുടങ്ങുന്നുണ്ടാവും. അങ്ങനെ ഈ കാണുന്നതാണ് ഇവിടുത്തെ അബ്ബി വാട്ടർഫോൾസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ അതിരപ്പള്ളിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് ഹൈറ്റുള്ള ഒരു വാട്ടർഫോൾസ് ഒന്നും അല്ല എങ്കിലും ഈ ഒരു വാട്ടർഫോൾസ് കാണാനായിട്ട് ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു 2 സ്ഥലങ്ങളാണ് കൂർഗിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്തത്. ഇനിയും അടുത്ത സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്ന വീഡിയോസായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.